ആസാദ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. ലോക പരിസ്ഥിതി ദിനത്തിൽ വേറിട്ട ആശയം കളിമൺ ശില്പത്തിലൂടെ പുതുതലമുറയ്ക്ക് പകർന്നു നൽകുകയാണ് ശില്പി ഷിബു വെട്ടം. പരിസ്ഥിതി ദിനത്തിൽ രക്തസാക്ഷിയായ അമൃതദേവി ബിഷ്ണോയിയെയും 3 പെൺമക്കളെയും കളിമൺ ശില്പത്തിലൂടെ വരച്ചു കാട്ടുകയാണ് ഷിബു വെട്ടം. 1730 തൻ്റെ ഗ്രാമത്തിലെ ഗജ്രി മരങ്ങൾ വെട്ടിനശിപ്പിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ 3 പെൺമക്കളുമടക്കം 363 ബിഷ്ണോയി സമുദായക്കാരുമായി ചേർന്ന് അവർ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുവെന്നാണ് ചരിത്രം. രക്തസാക്ഷിയായ അമൃതാദേവി ബിഷ്ണോയ് രാജസ്ഥാനിലെ ജോധ്പൂരിനടുത്തുള്ള ഗേജർലി ഗ്രാമത്തിൽ നിന്നുള്ള ധീരവനിതയായിരുന്നു. 1730 തന്റെ ഗ്രാമത്തിലെ ഗേജ്രി മരങ്ങൾ വെട്ടിനശിപ്പിക്കുന്നതിൽ നിന്നും സംരക്ഷിക്കാൻ 3 പെൺമക്കളുമടക്കം 363 ബിഷ്ണോയ് സമുദായക്കാരുമായി ചേർന്ന് അവർ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചുവെന്നാണ് ചരിത്രം പറയുന്നത്. 1730 സെപ്റ്റംബറിൽ രാജസ്ഥാനിലെ ജോധ്പൂരിൽ കൊട്ടാരം പണിയാനായി രാജാവായ അഭയ് സിംഗിന്റെ ഭടന്മാർ മരം മുറിക്കാനെത്തിയപ്പോൾ പ്രകൃതിയെയും മരങ്ങളെയും ദൈവമായി കാണുന്ന ബിഷ്ണോയ് വിഭാഗം അതിനെ എതിർത്തു. മരം മുറിക്കുന്നത് തടയാൻ അമൃതാദേവി മരങ്ങളെ കെട്ടിപ്പിടിച്ചു നിൽക്കുകയും രാജഭടന്മാർ അവരെയും മറ്റ് ഗ്രാമീണരെയും വെട്ടിക്കൊല്ലുകയുമായിരുന്നു. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ പരിസ്ഥിതി സമരമായും രക്തസാക്ഷിത്വമായും കണക്കാക്കപ്പെടുന്നു. ഈ ചരിത്രത്തെയാണ് ഷിബു വെട്ടം തന്റെ കളിമൺ ശില്പത്തിലൂടെ വരച്ചു കാട്ടുന്നത്. ആയിരത്തി 1730 കാലഘട്ടങ്ങളിൽ രാജസ്ഥാനിൽ നടന്നൊരു സംഭവമാണ് ചരിത്രം. ആ കാലഘട്ടത്തിൽ രാജാവിൻ്റെ വീട് നിർമ്മിക്കാൻ വേണ്ടി മരം വെട്ടാൻ വന്നപ്പോൾ അവിടെ അമൃതാദേവി എന്നൊരു സ്ത്രീയും മരം വെട്ടാൻ അനുവദിക്കാതിരിക്കുകയും തടയുകയും മരത്തോട് കെട്ടിപ്പിടിച്ച് വെട്ടാൻ സമ്മതിക്കാത്ത അങ്ങനെ 3 മക്കളും ചേർന്നു സംരക്ഷിക്കുന്ന ഒരു സംഭവത്തെക്കുറിച്ചാണ്. അത് ഈ കാലഘട്ടത്തിൽ വരും തലമുറയ്ക്കും വരുന്ന കുട്ടികൾക്കെല്ലാവർക്കും ഈ ചരിത്ര കാലഘട്ടത്തെ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. കാണിക്കുക, ഇങ്ങനെ സംഭവങ്ങൾ നടന്ന സംഭവങ്ങളൊക്കെ ഒന്ന് ശില്പത്തിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം. ഈ കൂട്ടബലിദാനം കണ്ട ഭയന്ന രാജാവ് മരം വെട്ട് ഉടനെ തന്നെ നിർത്തലാക്കുകയും മരങ്ങളെയും വന്യജീവികളെയും സംരക്ഷിക്കാൻ ഉത്തരവിടുകയും ചെയ്തുവെന്നും ചരിത്രം പറയുന്നുണ്ട്. പിൽക്കാലത്ത് ഉത്തരാഖണ്ഡിൽ നടന്ന പ്രശസ്തമായ ചിപ്കോ പ്രസ്ഥാനത്തിന് പ്രചോദനമായത് അമൃതാദേവിയുടെ ചരിത്രമാണ്. അമൃതാദേവി പുരസ്കാരം അവരുടെ ഓർമ്മയ്ക്കായി കേന്ദ്ര സർക്കാർ വന്യജീവി സംരക്ഷണത്തിനും പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കുമായി നൽകി വരുന്നുണ്ട്. പരിസ്ഥിതി ദിനത്തിന്റെ പ്രാധാന്യം പുതുതലമുറ ഗൗരവത്തോടെ കാണണമെന്നാണ് ഷിബു വെട്ടം പറയുന്നത്. എന്നും പരിസ്ഥിതി ദിനം തന്നെയാണ്. എന്നാണ് എൻ്റെ സങ്കല്പം. അങ്ങനെയാണ്. ജൂൺ 5 എല്ലാവരും മരങ്ങൾ നടുന്നു, വിദ്യാർത്ഥികൾ മരങ്ങൾ നടുന്നു. പക്ഷെ അത് സംരക്ഷിക്കുകയോ അല്ലെങ്കിൽ നിലനിർത്തുകയോ ചെയ്യുന്നത് കാണുന്നില്ല. ഒക്കെ ഒരു ഫോട്ടോ എടുത്തും അതുപോലെ വാട്സപ്പ് ഫേസ്ബുക്കിൽ ഇടുക എന്നല്ലാതെ അത് നട്ടു വളർത്തുന്ന ഒരു രീതി വരുന്നില്ല. തീർച്ചയായിട്ടും അത്രയും കാര്യം കൂടി ഒന്ന് ശ്രദ്ധിക്കുന്ന സമൂഹം എന്നുള്ളതാണ്.